ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ കാർത്തിക വിളക്കിൻ്റെ പൂജയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ്. സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും സാധനം നോക്കാനുമായിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അന്നേരം ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അതിൻ്റെ സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ പോകുന്ന വഴിക്കുള്ള വീഡിയോസാണ് ഇത്. ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൻ്റെ അടുത്തോടുള്ള പ്രദേശങ്ങളാണ്. നല്ല കാട് ഉള്ള സ്ഥലമാണ്, പക്ഷേ ഇന്ന് കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോരോ ഡിവിഷനായിട്ടുള്ള ഓരോ സ്ഥലങ്ങളാണ് അത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അഭിപ്രായങ്ങൾ പറയണേ. വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടും. ആ ഒരൊറ്റ കാര്യത്തിനാണ്. പിന്നെ എൻ്റെ മനസ്സിൻ്റെ കാര്യങ്ങളും എനിക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനായാലും അങ്ങനെയൊക്കെ ഒരു നല്ല സുഹൃത്ത് വലയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത ആഴ്ചയിൽ വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. ഡെയിലി വീഡിയോ ഇടാൻ ഞാൻ ഇട്ടിരുന്നു, പക്ഷേ ആരും കമൻറ്റ് ചെയ്യുകയും അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ വീക്കിലി വീഡിയോ ഇടുന്നത്. നാമജപത്തിൻ്റെ അതുപോലെ കുക്കിങ്ങും ട്രാവലിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ഒരു വീഡിയോ ആണ്. നേരത്തെ ഡ്രീം ബൈ മലയാളം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതേപോലെ കുറേ പേരുകളുള്ളതുകൊണ്ട് ഞാൻ ആ പേര് മാറ്റിയത്. അപ്പം നമ്മുടെ കണ്ണൻ്റെ മുമ്പിൽ എല്ലാം ഭഗവാന് ഉടയാടെ ഒക്കെ വെച്ച് ചേർത്തിട്ടുണ്ട്, പൂമാല ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാധാറാണിക്കും കൃഷ്ണന് പുതിയ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുങ്കുമവും ഞാൻ ദേവിമാർക്കുള്ളത് പ്രത്യേകം വേറെ വാങ്ങിച്ചിട്ടുണ്ട്, പഴയത് മാറ്റിയിട്ട്. ഗണപതിയും ദേവിയും കൂടെയുള്ളതാണ് ആ ഒരു ഫോട്ടോ. ഇതെല്ലാം നമ്മുടെ ഇവിടെ നിന്ന് കിട്ടിയതാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനിപ്പോൾ ലക്ഷ്മികളൊക്കെ കത്തിക്കാനായിട്ടെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്, ചിരാത് ഭഗവാന്റെ മുമ്പിൽ കത്തിക്കാനായിട്ടുള്ള ചിരാത് വെച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പന് മാലകളും കൃഷ്ണനും പിന്നെ കുടുംബ ദേവതയുടെ ഉണ്ണിക്കണ്ണനുണ്ട്. ഉണ്ണിക്കണ്ണൻ്റെ തൊട്ട് താഴെയായിട്ട് ഉറി കൊടുത്തേക്കുന്നത് ഹനുമാൻ സ്വാമിയുണ്ട്. അതുപോലൊക്കെ നമ്മുടെ അയ്യപ്പ ഭഗവാന്റെ അടുത്ത് നമ്മൾ ശനിദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ശനിദേവനും ഭഗവാനും ഒരേ പ്രാധാന്യമാണല്ലോ. അപ്പോൾ ശനിയുടെ കാരകനായ അയ്യപ്പസ്വാമിക്ക് അവർക്ക് രണ്ടാർക്കും കൂടെയുള്ള ദീപം അവിടെ തെളിക്കാറുണ്ട്. കുലദൈവത്തിനായിട്ടുള്ള ഇതാണ് ഞാൻ കാർത്തിക ദീപം തെളിച്ചത്. വെളിയിലത്തെ ഞാൻ എടുത്തിട്ടില്ല, വെളിയിലും കത്തിച്ചിട്ടുണ്ടായിരുന്നു. അകത്തേത് മാത്രമാണ് എടുത്തത്. ഞാൻ ക്ഷേത്രത്തിൽ പോകാനായിട്ടുള്ള തിരക്കിൽ എനിക്ക് വെളിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ.